എല്ലാവരും സ്കൂളിൽ തുറന്ന് സ്കൂളിൽ പോകാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ പുസ്തകം പൊതിയാം. നമുക്കൊന്ന് നിങ്ങൾ ഈ പേപ്പറാണ് കേട്ടോ യൂസ് ചെയ്യണ പുസ്തകം പൊതിയാൻ. ട്രാൻസ്പെറൻറ്റ് ആദ്യം തുറന്ന് വയ്ക്കുക. തുറന്ന് വെച്ചിട്ട് നമ്മൾ പുസ്തകത്തിൻ്റെ അളവ് കൊടുക്കണം. പുസ്തകം തുറന്ന് വെച്ചിട്ട് കറക്റ്റ് അളവ് നമുക്ക് ഇവിടെ അറിയാം. സെൻറ്റർ ഇവിടെ ഇല്ലേ? സെൻറ്റർ കറക്റ്റ് വയ്ക്കുക. മുകളിലാണ് വരെ എല്ലാം നോക്കുക. നമുക്ക് ഒരളവ് കിട്ടിയില്ല. അപ്പോൾ ഫോറിന് മേലെ നമുക്ക് കട്ട് ചെയ്യണം. 4 നമ്പർ നമ്മൾ പുസ്തകം മാറ്റാൻ 4ന് മേലെ വെച്ചിട്ട് നമ്മൾ മറക്കുക. 4ൻ്റെ അളവിന് കട്ട് ചെയ്യാമെന്നില്ല. കട്ട് ചെയ്യുമ്പോൾ അളവ് കുറയാണ്ട് കട്ട് ചെയ്യുള്ളൂ. 4ന് മേലെ നമ്മൾ കട്ട് ചെയ്യുക. സ്കെയിൽ ഉപയോഗിക്കുക. സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുക, അല്ലെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം. അതിനുശേഷം കറക്റ്റ് അളവ് കുറയാതെ കട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ കേട്ടോ. ഇതിൽ നിന്ന് കാണിച്ചു തരാം. ഇതൊരു സൈഡ് ഓപ്പൺ ചെയ്യാം. ഒരു സൈഡ് നമ്മൾ ഈ ലെവല് കറക്റ്റ് ചെയ്തിട്ട് വയ്ക്കും. നമ്മൾ കുറച്ച് ഏകദേശം അറിയാലോ, അതനുസരിച്ച് നമ്മൾ അടിയിൽ കുറച്ച് പീസ് ഓപ്പൺ ചെയ്യാം. വേറെ എന്തെങ്കിലും കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വെച്ചാലും മതി. പതുക്കണതൊക്കെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. വയറില്ലാതെ ഒട്ടിക്കുക. സൈഡ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞ് പുസ്തകം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ എഡ്ജ് ഇതുപോലെ തന്നെ നന്നായി ഒട്ടിച്ച് കൊടുക്കുക. തിരിച്ച് വയ്ക്കുക. വീണ്ടും ഇതുപോലെ സൈഡ് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ഓവറായിട്ട് വലിച്ചൊട്ടിക്കരുത്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ചട്ട വളഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. ഓവറായിട്ട് വലിച്ചൊട്ടിക്കരുത്. നോർമലായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡ് അരികിൽ ഓവറായിട്ട് നിൽക്കുന്ന നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം. സൈഡിൽ നിന്ന് എല്ലാവരും കറക്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മടക്കി വയ്ക്കാനൊന്നും ആവശ്യമില്ല. കറക്റ്റ് എല്ലാവരും കട്ട് ചെയ്യും. ഓക്കെ, ഫിനിഷ്. ബ്ലേഡ് യൂസ് ചെയ്യുമ്പോൾ കുട്ടികളെ ശ്രദ്ധിച്ചോളാം. മുതിർന്നവരാരും പറയാം. ഓക്കെ, നിങ്ങൾക്ക് ആരാണ് പുസ്തകം പൊതിഞ്ഞ് തരുന്നതെന്ന് കമൻറ്റ് ചെയ്യട്ടോ.